ആ ഒരു സമയത്തായിരുന്നല്ലോ ഈ രാമസിംഹൻ ആ, രാമസിംഹൻ ആ ഒരു കൊലപാതകങ്ങളുമൊക്കെ നടക്കുന്നത്. അപ്പോൾ അന്ന് സംഘം അത്ര ശക്തമായിട്ടില്ല എങ്കിൽ പോലും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനൊക്കെ അതെ അതെ ശങ്കശാസ്ത്രിജിയുമൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആ ഒരു കാര്യം എങ്ങനെയാണ്? 47 ഭാരതം സ്വതന്ത്രമാകുന്നതിന് 2 ആഴ്ച മുമ്പാണ് ഈ രാമസിംഹൻ കൊലക്കേസ് നടക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ മലപ്പുറം ജില്ലയുടെ ആ ഒരു ഖിലാഫത്ത് മൂവ്മെൻറ്റും മാപ്പിള ലഹളയും കഴിഞ്ഞ ശേഷം ഉത്തരഭാരതത്തിൽ നിന്ന് ഈ ഇവരുടെ ബുദ്ധസിംഗ് ആര്യ സമാജക്കാർ അവർ കോഴിക്കോട് വരികയും ആൾക്കാരെ മതമാർപ്പോട്ടുള്ള തിരിച്ചെടുക്കാനൊക്കെ ഉള്ളൊരു പരിശ്രമം നടക്കുന്നില്ല. ശരിക്കും ഇതിനു മുമ്പ് രാമസിംഹൻ്റെ കാര്യങ്ങൾ ഒരു മുന്നാൻ സാഹിബ് അദ്ദേഹം മുസ്ലിമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏരിയയിൽ ഒരു ക്ഷേത്രം ഉണ്ടെന്നൊരു സ്വപ്നം കാണുന്നു. ആദ്യം കുഴിഞ്ഞെടുക്കുമ്പോൾ ക്ഷേത്രം കാണുന്നു, പുനരുദ്ധരിക്കാൻ തയ്യാറായി. ആ സമയത്ത് നമ്മുടെ ആൾക്കാർക്കായിട്ട് ഇവിടുത്തെ അങ്ങാടിപ്പുറത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ണിയാൻ സാഹിബിനെ പരിചയമുണ്ടായിരുന്നു. അദ്ദേഹം മറ്റേ കോഴിക്കോട് പോയിട്ട് മതം മാറി ഹിന്ദുവായി സമായി തിരിച്ചു വന്ന് ഈ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനക്കായി. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ പേര് ദയാസിംഹൻ, അദ്ദേഹത്തിൻ്റെ രാമസിംഹൻ. ആ സമയത്ത് നമ്മുടെ പുരോഗതിയിലുള്ള അങ്ങാടിപ്പുറത്ത് നമ്മുടെ പ്രമുഖരുടെ ആൾക്കാർ ചിന്തിച്ചിട്ട് ഒരു നല്ല നമ്പൂതിരി തറവാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഈ ദയാസിംഹന് വാങ്ങി കൊടുത്തു. ഉണ്ണിക്കമ്പൂർ സാഹിബ് എന്നുള്ളൊരു പ്രമുഖരുണ്ടായിരുന്നു, റാവ് ബഹദൂർ. അദ്ദേഹത്തിൻ്റെ മകളെയാണ് ഈ രാമസിംഹൻ നേരത്തെ വിവാഹം ചെയ്തത്. ഈ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങളുടെ സ്വാഭാവികത്തിൽ വന്നു. അതുകൊണ്ട് ഒരു ദിവസം രാത്രി അർദ്ധരാത്രി രാമസിംഹനെയും ദയാസിംഹനെയും ഈ കമലാന്തർജനത്തെയും അതേപോലെ തന്നെ കൃഷ്ണയ്യർ എന്നുള്ള ഒപ്പുവരും 4 പേരെ ഒരു കൊല ചെയ്തു. ആ സമയത്ത് ഇവരുടെ ശവം ഏറ്റുവാങ്ങി സംസ്കരിക്കാൻ പോലും ഇന്ന് മദ്രാസ് ഗവൺമെൻറ്റാണ്. മദ്രാസ് ഗവൺമെൻറ് സംസ്കരിക്കാനുള്ള പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഏറ്റെടുക്കാൻ ഹിന്ദു സമുദായത്തിന് തൻ്റെ ഉള്ളിൽ ഒരു സ്ഥലത്തും അതിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധമോ ചലനമൊന്നുമില്ല. ആകെ നടന്ന് പാലക്കാടാണ്. ഭരതേടൻ പാലക്കാട് പ്രചാരക്കാരൻ. അതുകൊണ്ട് പാലക്കാട് ഹർത്താൽ ആചരിച്ചു. ഇതായിരുന്നു ആ കാലഘട്ടത്തിലെ സ്ഥിതി. അതുപോലെ മണത്തണ ഒരു വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടും ആ ഒരു സമയത്ത് പ്രശ്നം മണത്തണ പ്രശ്നം ഇന്ന് 56-ലാണ്. അതിനു മുമ്പ് തന്നെ 56 ഈ മാർക്സിസ്റ്റ് ഗവൺമെൻറ് ഭരണത്തിലുള്ള സമയത്താണ്. അതിനുശേഷം 58 അതിനു മുമ്പ് മദ്രാസ് ഗവൺമെൻറ്റുള്ള സമയത്ത് കോഴിക്കോട് ഒരു പരിപാടി നടന്നു. ഈ പള്ളികളുടെ മുമ്പിൽ കൂടെ ഘോഷയാത്ര കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളൊരു അലിഖിത നിയമം അന്ന് പൊതുവെ ഉണ്ടായിരുന്നു. ഭരതേടൻ പ്രജാരക്ഷപ്പിൽ നിന്ന് 52 തിരിച്ചുപോയി. ആ സമയത്താണ് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് കോഴിക്കോട് അവിടുത്തെ എല്ലാവരും കൂടിയിട്ട് ബേപ്പൂരിൽ നിന്ന് കല്ലായിലേക്ക് ഒരു ദേവി വരവ് സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. ആദ്യം നമ്മൾ അനുവാദിച്ചു, സർക്കാരിനോട് കൊടുത്തു. പക്ഷേ മുസ്ലിംസ് നമ്മൾ ഇതിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ വീണ്ടും മദ്രാസ് ഗവൺമെൻറ്റാണല്ലോ. അവർ പറഞ്ഞു പള്ളിയിലെ ആരാധനാ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം, അതുകൊണ്ട് പള്ളിയിലെ ആരാധനാ സമയത്ത് കൊണ്ടുപോകരുത് എന്നുള്ള നിലയ്ക്ക് കണ്ടീഷനായി. പക്ഷേ എന്ത് വന്നാലും ശരി പള്ളിയുടെ മുമ്പിൽ കൂടെ കൊണ്ടുപോകില്ല എന്നവർ തീരുമാനിച്ചു. ഹോൾ മലബാറിൻ്റെ ധാരാളം മുസ്ലിങ്ങളെ അവിടെ കൊണ്ടുപോകുക കാര്യങ്ങളൊക്കെ ചെയ്തു. പോലീസ് ഈ പ്രൊസഷൻ വന്നപ്പോൾ ഇതിനെ തടഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾ അനുവാദം തന്നിട്ട് ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നോട് കുത്തിയിരുന്നു. ഒരു 2 മണിക്കൂർ നേരം ഈ സമൂഹം കൊണ്ടുപോകില്ല എന്നോടിപ്പോൾ പോലീസ് തടഞ്ഞു നിൽക്കുന്നു. ഇവരിവിടെ ഇരിക്കുന്നു. പക്ഷേ മുസ്ലിംസ് ആക്രമണം തുടങ്ങി. പോലീസിൻ്റെ നേരെ കല്ലേറും ആക്രമണമൊക്കെ തുടങ്ങിയപ്പോൾ പോലീസ് വെടിവെച്ചു. ആ വെടിവെപ്പിൽ 2-3 മുസ്ലിംസ് മരിച്ചു. പോലീസ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അതോടുകൂടി വിജയമായി. ഹിന്ദുക്കളുടെ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു തൻ്റെ അടുത്തോടുകൂടി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് മാർക്സിസ്റ്റ് ഗവൺമെൻറ് വന്ന സമയത്താണ് ഈ ഇവിടെ ആ സമയത്തേക്ക് ഭരതേട്ടൻ ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതലയെടുത്തിരുന്നു. അപ്പോൾ മണത്തലയിലേക്ക് ഈ ഇവിടുന്നൊരു ഘോഷയാത്ര കൊണ്ടുപോകണം. ആ ഘോഷയാത്രയെ മണത്തന അവിടെ പള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് അവർ തടയാൻ തീരുമാനിച്ചു. ഏകദേശം 1 മാസത്തോളം ഈ പ്രൊസഷൻ പോകും, അവിടെ വെച്ച് തടയും, അറസ്റ്റ് ചെയ്യും, വിടും, പിറ്റേ ദിവസം പ്രൊസഷൻ പോകും. ഈ രീതിയിൽ നടന്നിരുന്നു. അവസാനം പിന്നെ നിവൃത്തിയില്ല, കോടതിയും പറയുന്നു ഈ തടയുന്നുണ്ട്. അതുകൊണ്ട് അവസാനം ഒരു മധ്യസ്ഥത എന്നുള്ള നിലയ്ക്ക് തീരുമാനിച്ചിരിക്കാനായിട്ട്
ഇപ്പോൾ മുസ്ലിം നേതാക്കന്മാരും ബി ആർ കൃഷ്ണയ്യരെന്ന് നിയമമന്ത്രിയാണ്, ജനസംഘത്തിൻ്റെ ആൾക്കാരുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു. ഘോഷയാത്ര കൊണ്ടുപോവുക, ആ ഘോഷയാത്രയിൽ 2 വാദ്യഘോഷം വേണം. പള്ളിയുടെ മുമ്പിലെത്തുമ്പോൾ മുന്നത്തിൽ നിർത്തുക, പിന്നിലത്തേക്ക് കൊട്ടിക്കൊണ്ടിരിക്കുക. ഇത് കടന്നു പോയാൽ മുന്നിലത്തേത് കൊട്ടുക, ഇത് നിർത്തുക. പള്ളിയുടെ മുമ്പിൽ വെച്ച് അടക്കിയതായിരിക്കും. അപ്പോൾ ഭരതൻ നിങ്ങൾ ഈ ബുദ്ധിയൊന്നും വേണ്ട, നമുക്ക് സ്വതന്ത്രമായിട്ട് സ്വതന്ത്ര റോട്ടിൽ കൂടെ നടക്കുന്നതാണ്, അതുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമല്ലാന്നുണ്ട്. അവസാനം പോകാൻ അനുവാദമായി. മുസ്ലിങ്ങൾക്ക് കാര്യമായിട്ട് തടയാൻ സാധിച്ചില്ല. അതാണ് ഈ പിന്നീട് 57, 58 ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്ന വർഷമാണ് നടന്നത്. ആ രീതിയിലുള്ള രണ്ടും, ഒന്ന് എതിർപ്പിനെ അതിജീവിച്ച് കൊണ്ടുപോയി, മറ്റേ എതിർപ്പിനെ നമ്മൾ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി നടന്നു. ഈ 2 കാര്യങ്ങളാണ്.